ഹലോ ഗൈസ്, ലോകം മൊത്തം അറിയാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവാണ് ഫോർ വിഷു. അപ്പോൾ ഏർലി മോർണിംഗ് ആണ് നമ്മൾ പുറപ്പെടുന്നത്. അപ്പോൾ വഴിയെ ഓരോന്ന് കാണുന്നത്. എനിക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മുടെ മൂച്ചേട്ടനെ കണ്ടല്ലോ. മൂണ്ടടയാന്ന് അവൻ പറയുന്നത്. വണ്ടേ ഇതേ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ ഈറോഡ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു അരുക്കന്യാമല മെസ് അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അച്ചുവിൻ്റെ ഇത് കണ്ടോ ഗൈസ്, എന്തുവാ തൊപ്പി തലേ വെച്ചോളാം. നമുക്ക് പിന്നെ വേണ്ട അല്ലേ. ഫൈനലി ഗൈസ്, ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്ത് വി ആർ സൂപ്പർ ഹാപ്പി ഗൈസ്. വീണ്ടും ഇതെന്താ സ്കിപ്പ് ചെയ്യോ? യൂട്യൂബ് ചാനൽ. ഹായ് അമ്മോ. ആരല്ല, എൻ്റെ യൂട്യൂബ് ചാനലാണ്. മമ്മി ദാ ഓരോരുത്തരും കൊടുത്തു വിട്ട മാങ്ങ. അതാ വിജയലക്ഷ്മി, വിജയലക്ഷ്മിയുടെ മാങ്ങ. പിന്നെ ഇതിനകത്ത് അമ്പുജാമ്മ കൊടുത്തു വിട്ടതുണ്ട്. ഇതാ അനുമോള് തന്നത്, സ്മിത തന്ന മാങ്ങ. എല്ലാം മിക്സാണ്. അതേമാതിരി മമ്മി ഇപ്പം തന്നെ ഇതെല്ലാം ഭാഗം വയ്ക്കുന്ന കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിയപ്പം ഉണ്ട്, പിന്നെ ഇത് ചക്ക ഉപ്പേരി, ഇതൊക്കെ അനുമോളും സ്മിതയൊക്കെ ചെയ്തതാണ്. പിന്നെ ഞാനവിടെ മാങ്ങ കൊണ്ടുവന്ന് ഉപ്പിലിട്ടത്. പിന്നെ ഇത് സ്മിത തന്ന നമ്മുടെ മുരിഞ്ഞേല പൊടിച്ച ഒരു സംഭവമാണ് ഗൈസ്. പിന്നെ അതേമാതിരി വേറെ സംഭവം അതതിനകത്തോടെ കിടന്നതാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ, ഇതൊക്കെ ഞാൻ ഷീലയുടെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതല്ല അശ്വതിയുടെയും അവരുടെയൊക്കെ കടയിൽ നിന്ന്. പിന്നെ തേങ്ങ നമ്മുടെ പറമ്പിലുണ്ടായതും അമ്പുജാമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന തേങ്ങയൊക്കെ ഉണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ. പിന്നെ നമ്മുടെ വിദ്യ തന്നുവിട്ട് കുരുമുളക്, പിന്നെ കുറേ അത് മുരിഞ്ഞേലപ്പൊടിയാമ്മേ. അത് എന്തിനാ ചോറിൻ്റെ കൂടെ ഒക്കെ ഇടാനും ചമ്മന്തി പോലൊക്കെ ഇതാക്കാനാണ്. നല്ല ചോദിക്കണം അത് എന്തിൻ്റെ ഇതാണെന്ന്. അങ്ങനെ കുറേ സംഭവങ്ങൾ. ചക്ക കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ചക്ക കിട്ടിയത്. നമ്മുടെ സ്മിതയുടെ വക ചക്ക. ഇത് വന്നിട്ട് ഇതും സ്മിതയുടെ അവിടെ നിന്നാണ്. ഇത് നമ്മുടെ ശ്രീജയുടെ അവിടെ നിന്നുള്ള ചക്കയാണ്. അവരൊക്കെ കുറേ കഷ്ടപ്പെട്ടു ചക്കയൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലെ കറിവേപ്പിലയെല്ലാം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ഡബ്ഡോളിക്ക നമ്മുടെ വീട്ടിൽ ഉണ്ടായത്, അത് ഞാൻ ഉപ്പിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനുമോൾ ഉണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരിയുണ്ട്. അതും ഓൾ ദ വേ ഫ്രം തൈക്കാട്ടുശ്ശേരിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കൂട്ടി നമുക്കിപ്പോൾ ഒന്ന് ചോറിനാം. മമ്മി ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയ ഞങ്ങൾ പുറത്തൊന്നും കഴിച്ചില്ല കഴിച്ചു. പിന്നെ ഇതാ ചോറുണ്ട്, മോര് കൂട്ടാൻ, സാമ്പാർ, വെക്കാൻ ഈ ചോറുണ്ട്, ചമ്മന്തി ഉണ്ട്. ഇത്രയും വിഭവങ്ങളും ഉണ്ട്. പ്ലസ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീണ്ടും അടുത്തൊരു വ്ലോഗുമായി കാണുന്നവരെ ബൈ. സ്റ്റേ ട്യൂൺഡ്.